ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മഷ്റൂം മെഴുക്കുവരട്ടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ 400 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഷാംശമൊക്കെ പോകാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട്. ഒന്നുകിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. 5 മിനിറ്റിൽ കൂടുതൽ ഇട്ട് വെക്കരുത്, കാരണം മഷ്റൂമിനകത്ത് വെള്ളം കയറും. അതുകൊണ്ട് 5 മിനിറ്റ് ഇടുക. ഞാൻ 5 മിനിറ്റാണ് കേട്ടോ ഇട്ട് വെച്ചിരുന്നത്. എന്നിട്ട് ഇത് സാധാരണ പച്ചവെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് 1-2 തവണയൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കരുത്. മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അന്നേരം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ ഇതിൽ പിടിച്ച് കിട്ടും. എന്നിട്ട് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി. അപ്പം ചെറിയ ഉള്ളി നമുക്ക് എത്രത്തോളം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ആ മെഴുക്കുവരട്ടിക്ക്. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ചെറിയ ഉള്ളി എടുത്തത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി. എന്നിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ആ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുവിധ ഉള്ളി ഒന്ന് വാടി വരുന്ന ടൈമിൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അതിൻ്റെ കുരുമുളക് കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കണം കേട്ടോ, എരിവിനായിട്ട്. അപ്പം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച മഷ്റൂം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പെല്ലാം നല്ല മഷ്റൂമിൽ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് മഷ്റൂം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മസാലയൊന്ന് മഷ്റൂമിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, തുറന്ന് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. മഷ്റൂമിനകത്ത് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ലൊരു മണമാണ് കേട്ടോ. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഈ മെഴുക്കുവരട്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫില്ല് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ എല്ലാവരും ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.